MBBS-നും BDS-നും അതുപോലെ ആയുഷ് കോഴ്സുകൾക്ക് വിശേഷ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഈ വർഷം വന്ന മാറ്റത്തെക്കുറിച്ചും കൂടിയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ കോളേജ് ഗുരു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഇവയുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ, വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള പ്രൊഫഷണൽ ഗൈഡൻസ് അത് കോളേജ് ഗുരു നൽകുന്നുണ്ട്. അതൊരു പെയ്ഡ് സർവീസാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് കർണാടകയിലാണ്. ഈ കർണാടകയിൽ കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്കറിയാം നേഴ്സിങ്ങിന് പഠനത്തിന് എൻട്രൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇവിടെ എൻട്രൻസ് വഴിയാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിലായിട്ടും നടത്തുക. അപ്പോൾ ഇതിന് അപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കേരളത്തിലേതുപോലെ നേരത്തെ കൂട്ടിയിട്ട് ഇപ്രാവശ്യം MBBS-നും BDS-നും മറ്റ് ആയുഷ് കോഴ്സുകൾക്ക് കൂടെ അപേക്ഷ ഇതേ പോർട്ടലിൽ വിളിച്ചിരിക്കുകയാണ്. സാധാരണ നീറ്റിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ വിളിക്കാറ്. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഈ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് പിന്നീട് അവസരം തരില്ലെന്നും ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് MBBS-നും BDS-നും മറ്റ് ആയുഷ് കോഴ്സുകൾ BAMS-ഉം അതുപോലെ തന്നെ യുനാനി, അതേപോലെ സിദ്ധ, അതേപോലെ തന്നെ ഹോമിയോ, ഇതിനൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പ്രൈവറ്റ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു ഓൾ ഇന്ത്യ കോട്ട സീറ്റ് 15% വരുന്ന ഗവൺമെൻറ് കോളേജിലെ സീറ്റിലേക്ക് ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ഗവൺമെൻറ് കോളേജിലെ 80% സീറ്റിലേക്കും ഇതിനകത്ത് അപ്ലിക്കേഷൻ കൊണ്ട് നടക്കില്ല. അതിന് പ്രത്യേകിച്ച് നമുക്കതിനകത്ത് ഓപ്ഷൻ ഇല്ല. നമ്മൾ BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ക്ലോസ് വൈ സെലക്ട് ചെയ്യുന്നതോടുകൂടി മറ്റുള്ളതെല്ലാം തന്നെ അതിനകത്ത് ഡിസേബിൾഡ് ആയി പോകും. പിന്നെ MBBS-നും മറ്റു ആയുഷ് കോഴ്സുകൾക്കും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പം ഈ ഇൻ്റർഫേസ് കേരളത്തിലേതുപോലെ കീബിലേതുപോലെ പിന്നീട് തുറക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പ്രാവശ്യം അവരെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് തരികയും അതിനകത്ത് നീറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമായിരിക്കും തരിക. അപ്പം BSc നഴ്സിംഗിനാണ് തത്വത്തിൽ നമുക്കൊരു എൻട്രൻസ് പരീക്ഷ വേണ്ടി വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റ് വെച്ചായിരിക്കും എൻട്രൻസ് ഉണ്ടാവുക. ഇംഗ്ലീഷ് നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. BSc നഴ്സിംഗിന് INC-യും അതേപോലെ തന്നെ നഴ്സിംഗ് കമ്മീഷനൊക്കെ പറയുന്ന ആ ഒരു ക്വാളിഫയിങ് മാർക്കുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ കേരളത്തിലെ SC ST OBC അവിടെ വാലിഡ് അല്ല, നിങ്ങളവിടെ ജനറൽ വിഭാഗത്തിലാണ് വരിക. ഇനി ഇവിടുത്തെ പരീക്ഷയെപ്പറ്റി നമുക്ക് നോക്കാം. പെൻ ആൻഡ് പേപ്പർ മോഡാണ്. അത് നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അത് നിങ്ങൾക്കൊരു OMR ഷീറ്റ് തരും. അതിനകത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല. 60 മാർക്കിനാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. 80 മിനിറ്റാണ് ഒരു പേപ്പറിന് നൽകുന്നത്. അങ്ങനെ 2 ദിവസങ്ങളായിട്ടാണ് വരുന്നത്. ഏപ്രിൽ 18-നാണ് ആദ്യത്തെ പരീക്ഷ. അന്നേ ദിവസം നിങ്ങൾക്ക് കാലത്ത് ബയോളജിയുടെ പേപ്പറായിരിക്കും ഉണ്ടാവുക. 10:30 മുതൽ 11:50 വരെ ആയിരിക്കും അതിന് സമയം തരിക. ഉച്ചയ്ക്ക് ശേഷം മാത്തമാറ്റിക്സ് ആണ്. അത് എഞ്ചിനീയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ ക്ലോസ് വൈ പ്രകാരമുള്ള വിദ്യാർത്ഥികൾക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. 19-ാം തീയതി വെള്ളിയാഴ്ച 10:30 മുതൽ 11:50 വരെ ഫിസിക്സ് ആണ്. അതും 60 മാർക്കായിരിക്കും, 80 മിനിറ്റ് കിട്ടും. 2:30 മുതൽ 3:50 വരെ കെമിസ്ട്രി. അപ്പോൾ ഇങ്ങനെ 2 ദിവസങ്ങളിലായിട്ടാണ് ഇതുണ്ടാവുക. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു സെൻറ്റർ അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനുള്ള കാര്യം തുടങ്ങി അവസാന സമയത്ത് കിട്ടാൻ നല്ല പ്രയാസമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുകയാണ് ഈ സമയത്ത് തന്നെ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മംഗലാപുരമോ മൈസൂരോ ബാംഗ്ലൂരോ തുടങ്ങി അടുത്തുള്ള സ്ഥലങ്ങൾ കൊടുക്കാം. ഒരുപാട് സെൻറ്ററുകൾ അവിടെയുണ്ട്, കർണാടകത്തിലുണ്ട്. പുറത്ത് സെൻറ്ററുകളുള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പരീക്ഷ വരുന്നത്. 2 ദിവസമായിട്ടാണ് ഉണ്ടാവുക. ഒരു ദിവസം നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ ബേസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ബേസിൽ ഉണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റിലായിരിക്കും. അതിന് പ്രകാരമായിരിക്കും ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കലും കൗൺസിലിംഗ്. അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗിന് ഇവിടുത്തെ എൻട്രൻസ് എഴുതേണ്ടതുണ്ട്. അതേപോലെ MBBS-നും BDS-നും ആയുഷ് കോഴ്സുകൾക്കും പ്രവേശനം ലഭിക്കാനായിട്ട് ഇതിൽ അപ്ലിക്കേഷൻ ഇടണം, രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അത് പിന്നീട് നമുക്ക് മാർക്ക് എൻട്രി ചെയ്യാൻ നീറ്റിൻ്റെ ലഭിക്കുന്നതിന് ശേഷം എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്കറിയാം ഈ CET എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ അടക്കം നടത്തുന്നതാണ്. അതുപോലെ ഫാർമസിയും വെറ്റിനറിയുടെതും അതേപോലെ തന്നെ അഗ്രി കോഴ്സുകളുണ്ട്. അതിനൊന്നും നമുക്ക് ചോയ്സുകളില്ല. അതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന
ഓപ്ഷനുള്ളൂ. അത് പൊതുവെ ഒരു കേരള സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചും ജനറലി ഉണ്ടാവാറില്ല. കർണാടകത്തിലുള്ള കർണാടക ലാംഗ്വേജൊക്കെ അറിയുന്ന നമ്മുടെ കാസർഗോഡുള്ള ആളുകൾക്കൊക്കെ ചില റിസർവേഷൻസ് ഉണ്ട്. പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സെൻറ്റ് ജോൺസിൽ പ്രത്യേകിച്ച് നിങ്ങൾ RC വിഭാഗത്തിലെ റോമൻ കാത്തലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ചെറിയ റിസർവേഷൻ, നമുക്ക് മംഗലാപുരത്തുള്ള ഫാദർ മുള്ളറിലൊക്കെ ചില റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്ലിക്കേഷൻ എടുത്തിടണം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. കോളേജ് ഗുരു നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനും റാങ്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസും തരും. അതുപോലെ തന്നെ നഴ്സിംഗ് സംബന്ധിച്ചുള്ള ഇപ്പോൾ ഡൊണേഷൻ്റെ കാര്യമോ മറ്റോ ഒന്നുമില്ല. ഇത് കൃത്യമായിട്ട് നല്ലപോലെ പഠിച്ച് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് യാതൊരുവിധ ചിലവ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസിൽ തന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്. മറ്റ് മികച്ച കോളേജിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന അവസരമുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഈ എൻട്രൻസിന് BSc നഴ്സിംഗുകാർ എൻട്രൻസിന് പഠിക്കാമെന്ന് മാത്രം ഓർമ്മിക്കുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. സീ യു, ബെസ്റ്റ് വിഷസ്.